എത്ര മനോഹരമാകും ഈ ഭൂമി. സാത്താനെ, നീ എവിടെ നിന്ന് വരുന്നു? ഞാനോ? ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരികയാണ്. നീ എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരിടുവനുമായ വേറെ ആരെങ്കിലും ഉണ്ടോ? അയ്യോ, അവൻ നിന്റെ ദാസനോ? അവൻ വെറുതെയാണോ നിന്റെ ദാസനായത്? അവന് ചുറ്റും നീ വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുകയല്ലേ? അവന്റെ വസ്തുവകൾ നീ കൈവച്ച് നോക്ക്, അപ്പോൾ അവൻ നിന്നെ ദുഷിക്കുന്നത് കാണാം. ശരി, ഞാൻ അവന്റെ മേൽ നിനക്ക് അധികാരം നൽകുന്നു, പക്ഷേ അവന്റെ പ്രാണനിൽ മാത്രം നീ തുടരുത്. ഒരുത്തൻ കൂടി എന്റെ കെണിയിലായി. ഇയ്യോബിന്റെ മക്കളല്ലേ അത്? അവർ ഒന്നിച്ചു പാടി രസിക്കുന്നു, അവർ ഒന്നിച്ചു പാടി കളിക്കുന്നു. ഇത് ഇന്നത്തോടെ അവസാനിപ്പിക്കണം. കാറ്റേ വാ, കൊടും കാറ്റേ വാ, ഇയ്യോബിന്റെ മക്കളെ കൊന്നൊടുക്ക്. അയ്യോ, അയ്യോ, നിങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അയ്യോ, കാറ്റ്, അയ്യോ, തീ, അയ്യോ, രക്ഷിക്കണേ. അങ്ങനെ കാറ്റിൽപ്പെട്ട് ഇയ്യോബിന്റെ മക്കൾ മരിക്കുന്നു. ഈ വാർത്ത ഒരു ഭൃത്യനിൽ നിന്ന് അറിഞ്ഞ ഇയ്യോബ് യഹോവ എടുത്തു, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നിട്ട് ഇവൻ ദൈവത്തെ ദുഷിക്കുന്നില്ലല്ലോ. ഇവന്റെ ശരീരത്തിൽ പരുക്കൾ കൊണ്ട് നിറയട്ടെ. അയ്യോ, എന്റെ ദൈവമേ, എന്താ ഇത്? എന്റെ ദേഹം ആകെ ചൊറിയുന്നു. അയ്യോ ദൈവമേ, അയ്യോ ദൈവമേ, എന്നെ രക്ഷിക്കണേ, എന്റെ ദേഹം ആകെ ചൊറിയുന്നു. എന്താ മനുഷ്യ ഇത്? എന്റെ മക്കളും പോയി, എന്റെ സമ്പത്ത് പോയി, ഇതാ വ്രണവും വന്ന് കിടക്കുന്നു. എന്നിട്ടും ദൈവത്തെ മുറുകെ പിടിച്ചിരുന്നോ? ദൈവത്തെ ത്യജിച്ചു കളഞ്ഞു, ഇപ്പോൾ ചത്തുകള മനുഷ്യ. അയ്യോ എന്റെ മക്കൾ, അയ്യോ എന്റെ സമ്പത്ത് എല്ലാം പോയി. ഈ മനുഷ്യൻ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചത് കാരണം എന്റെ എല്ലാം നഷ്ടപ്പെട്ടു. ഒരു കുട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നോടി. നീ ദൈവത്തിൽ നിന്ന് നന്മ കൈക്കൊള്ളാമെങ്കിൽ അവനിൽ നിന്ന് തിന്മയും കൈക്കൊള്ളരുതോ? ഒരു ദൈവം നിങ്ങളെ ഇപ്പോൾ രക്ഷിക്കാൻ വരും. കാരുണ്യവാനായ ദൈവമേ, ഞാൻ അങ്ങിൽ പ്രത്യാശ വയ്ക്കുന്നു, ഞാൻ അങ്ങേ ഭയപ്പെടുന്നു. എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെ നീ നേട്ടങ്ങളാക്കി മാറ്റുമാറാകണമേ. യോബേ, എൻ്റെ ദാസനെ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. നിനക്ക് നഷ്ടപ്പെട്ടതിലും അധികം നന്മ ഞാൻ നിന്റെ ജീവിതത്തിൽ നൽകും. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കണ്ടോ കൂട്ടുകാരെ, ആരെ പറ്റിയാ നമ്മൾ കാണിച്ച? ഇപ്പോ ടീച്ചർ ആരെ പറ്റിയാ പറഞ്ഞേ? ഇയ്യോബിനെ പറ്റിയാണ് പറഞ്ഞത്. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒത്തിരിയധികം സമ്പത്തുണ്ടായിരുന്നു, 10 മക്കളുണ്ടായിരുന്നു. അവയൊക്കെയും നഷ്ടപ്പെട്ടു. മാത്രമല്ല, അവന്റെ ദേഹം മുഴുവൻ വ്രണം പിടിച്ച് വളരെയധികം അസ്വസ്ഥതമായി. പക്ഷേ അവൻ എന്ത് ചെയ്തു? ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചു, ദൈവത്തെ ഭയപ്പെട്ടു. ദൈവഭയം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവഭയം എന്ന് പറഞ്ഞാൽ? ദൈവത്തോടുള്ള ഒരു ഭക്തി, ഒരു ആരാധന, നമ്മൾ ദൈവത്തിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസമാണ് എന്തെന്ന് പറയുന്നത്? ദൈവഭയം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ രോഗം വരും, പ്രയാസം വരും. അപ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടല്ലേ? അപ്പോൾ ഒരു പക്ഷേ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ വൈകിയേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ദൈവത്തിനെതിരെ പിറുപിറുക്കുകയല്ല. നമ്മുടെ പ്രതിസന്ധികൾക്ക്, നമ്മുടെ രോഗത്തിന്, നമ്മുടെ തകർച്ചയുടെ അനുഭവത്തിന് ഒരു മാറ്റം തരുവാനായിട്ട് ഒരു ദൈവമുണ്ട് എന്ന വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. ആ ദൈവത്തെ ഭയപ്പെട്ട് വേണം നമ്മൾ ഓരോരുത്തരും ജീവിക്കുവാനായിട്ട്. അപ്രകാരം നമുക്ക് ജീവിക്കാമോ?
ഇയ്യോബിനെ പോലെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ദൈവത്തെ ഭയപ്പെട്ട് നല്ല മക്കളായിട്ട് ജീവിക്കാമോ? ജീവിക്കാം. അങ്ങനെയുള്ളവരൊന്ന് എഴുന്നേറ്റ്. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാമെന്ന് ഉറപ്പുള്ളവർ എഴുന്നേറ്റ് കണ്ണടിച്ച് കൈകൂപ്പി. ടീച്ചർ പറഞ്ഞു തരുന്ന വാചകം ഒന്ന് ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക.